ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ അസറ്റിൻ്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് അസറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൽ എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്, അതായത് ഒരു ക്യാഷ് കൊടുത്ത് ഒരു അസറ്റ് വാങ്ങി. ഇപ്പോൾ അസറ്റ് ഫർണിച്ചറാണ്, അത് ഇൻക്രീസ് ആയി, ക്യാഷ് ഡിക്രീസ് ആയി. അപ്പോൾ ഫർണിച്ചറിന് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. സെക്കൻഡ് വൺ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മൾ ഒരു ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടും, ക്യാഷ് ബാലൻസ് കുറയും. അപ്പോൾ ബാങ്കിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും. മൂന്നാമത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, അതായത് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തു ബാങ്കിൽ നിന്ന്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയുകയും കയ്യിലിരിക്കുന്ന ബാലൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ കുറയുന്ന ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റും കൂടുന്ന ക്യാഷിനെ ഡെബിറ്റും ചെയ്യുക. നാലാമത്തെ ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഡയറക്ട്ലി ഇൻ ദ ബാങ്ക് അക്കൗണ്ട്, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണിക്ക് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് തരും. അത് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ക്രെഡിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് മീൻസ് ബാങ്ക് ബാലൻസ് കൂടും ആ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുമ്പോൾ. അപ്പോൾ അതൊരു ഇൻകമാണ്. ഇപ്പോൾ ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റും, ഇൻട്രസ്റ്റ് ഒരു ഇൻകം ആയതുകൊണ്ട് അതിനെ ക്രെഡിറ്റും ചെയ്യുക. അഞ്ചാമത്തേത് റിസീവ്ഡ് പേയ്മെൻറ്റ് ഫ്രം എ ഡെറ്റർ. ഡെറ്റർ മീൻസ് കസ്റ്റമർ. നമുക്കൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ആ പർട്ടിക്കുലർ കസ്റ്റമറുടെ അക്കൗണ്ട് ഗോയിങ് ഡൗൺ, ദെൻ നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്യുന്നു. കിട്ടുന്ന ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക, ആ കുറയുന്ന അക്കൗണ്ടിനെ, അതായത് അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. പെയ്ഡ് പാർട്ട് പേയ്മെൻറ്റ് ടു എ സപ്ലയർ. നമ്മളൊരു സപ്ലയർക്ക് പേ ചെയ്യുമ്പോൾ ആ സപ്ലയറുടെ അക്കൗണ്ട് താഴേക്ക് പോകും. നമ്മൾ പേ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്യാഷ് അക്കൗണ്ടും കുറയും. സപ്ലയർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പേയബിൾ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി കുറയുമ്പോൾ അതിനെ ഡെബിറ്റും, ക്യാഷ് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റും ചെയ്യും. ദെൻ സോൾഡ് ഓൾഡ് ഫർണിച്ചർ ആൻഡ് റിസീവ്ഡ് ക്യാഷ്. നമ്മളൊരു ഫർണിച്ചർ വാങ്ങുമ്പോൾ ഉള്ള എൻട്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും വിൽക്കുമ്പോൾ ഉള്ള എൻട്രി. കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടുന്നു, ക്യാഷ് കൂടി ഡെബിറ്റ്, ഫർണിച്ചർ കുറഞ്ഞു, ഫർണിച്ചറിനെ ക്രെഡിറ്റ്. ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ. എന്നാൽ നമ്മൾ ഒരു ബാങ്കിൽ നിന്നും, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ന്യൂ ബാങ്ക്, ഓൾഡ് ബാങ്ക് എന്ന് നമുക്ക് പറയാം. ന്യൂ ബാങ്കിൽ നിന്ന് ഓൾഡ് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് ന്യൂ ബാങ്കിൽ ഇടുന്നു. അതായത് ന്യൂ ബാങ്കിൻ്റെ ബാങ്ക് ബാലൻസ് കൂടുകയും ഓൾഡ് ബാങ്കിൻ്റെ ബാങ്ക് ബാലൻസ് കുറയുകയും ചെയ്യുന്നു. കൂടുന്ന അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, കുറയുന്ന അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ നയൻത്ത് ട്രാൻസാക്ഷൻ പർച്ചേസ് എ മെഷീനറി ബൈ ചെക്ക് മീൻസ് മെഷീനറി വാങ്ങി ചെക്ക് കൊടുത്തിട്ട്, അതായത് ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ് പോയത്. അപ്പോൾ മെഷീനറി ഒരു അസറ്റാണ്, അത് ഇൻക്രീസ് ചെയ്യുന്നു. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയുന്നു, അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പത്താമത്തെ ട്രാൻസാക്ഷൻ റിസീവ്ഡ് എ ലോൺ ഇൻ ക്യാഷ് ഫ്രം അനദർ പേഴ്സൺ. അതായത് ഏത് ലോൺ കിട്ടിയാലും, എന്ത് ലോൺ കിട്ടിയാലും അതൊരു ലയബിലിറ്റിയാണ്, ഒരു പുതിയ ലയബിലിറ്റി വരുന്നു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ലോൺ എന്ന് പറയുന്നത് നമുക്ക് പൈസ കിട്ടുന്ന ഒരു കാര്യമാണ്, പൈസ കിട്ടുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും.